+1 കെമിസ്ട്രിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വെയിറ്റേജ് കൂടി ഒരു ചാപ്റ്ററാണ് തെർമോഡൈനാമിക്സ് എന്ന് പറഞ്ഞ ചാപ്റ്റർ. തെർമോഡൈനാമിക്സിൽ പലതരത്തിലുള്ള പ്രോബ്ലംസ് ഒക്കെ നമ്മൾ ചെയ്തിരുന്നു, വളരെ ട്രിക്സും ടിപ്സും ഒക്കെ അടങ്ങിയ ചോദ്യം ചെയ്യുന്നു. പക്ഷേ ഈ ചോദ്യത്തിന് ഒരു ട്രിക്സും ടിപ്സ് ഒന്നും പറ്റില്ല, മറിച്ച് നമ്മൾ ഒരുപാട് കാര്യങ്ങൾ ചിന്തിച്ച് ചെയ്യേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. ഈ ഒരു ക്വസ്റ്റ്യൻ അറ്റൻഡ് ചെയ്യുന്ന ഏതൊരു വിദ്യാർത്ഥിക്കും മുഴുവൻ മാർക്ക് ലഭിക്കാനുള്ള സാധ്യത വളരെ 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 കൂടുതലാണ്. എല്ലാവർക്കും മനസ്സിലാകുന്ന വിധത്തിൽ അടിപൊളിയായിട്ട് എന്നാൽ കഴിയുന്ന വിധത്തിൽ ഞാൻ മാക്സിമം നല്ലപോലെ തന്നെ പറഞ്ഞുതരാൻ ശ്രദ്ധിച്ച് കേൾക്കുക, ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. കാൽക്കുലേറ്റ് ദ എൻതാൽപി ചേഞ്ച് ഫോർ ദ പ്രോസസ് CCl4 gives Cl plus CCl4 gives C+4Cl. എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. നോക്കണേ, എല്ലാം ഗേഷ്യസ് സ്റ്റേറ്റിലാണ്. ഈ ഒരു പ്രോസസ്സിന്റെ എൻതാൽപി ചേഞ്ച് ആണ് കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. ഈ ഒരു കെമിക്കൽ റിയാക്ഷൻ നടക്കുമ്പോഴുള്ള എൻതാൽപി ചേഞ്ച്, ഒരു റിയാക്ഷന്റെ എൻതാൽപി ചേഞ്ച് കണ്ടുപിടിക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതാണ്. എന്താണ്? പ്രൊഡക്റ്റിന്റെ എൻതാൽപി ഫോർമേഷൻ മൈനസ് റിയാക്ടൻസിന്റെ എൻതാൽപി ഫോർമേഷൻ അല്ലേ? അത് നമുക്ക് ഇട്ട് കൊടുക്കാം. അതിനോടൊപ്പം തന്നെ എന്തുകൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു? ബോണ്ട് എൻതാൽപി കൂടെ കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഏതിന്റെ? CCl ബോണ്ട് ബ്രേക്കിംഗ്. CCl ബോണ്ട് ബ്രേക്ക് ആകുമ്പോഴുള്ള ബോണ്ട് എൻതാൽപി കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഈ ഒരു പ്രോസസ്സിന്റെ ബോണ്ട് എൻതാൽപി കെമിക്കൽ റിയാക്ഷന്റെ എൻതാൽപ്പിയും കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നു. ഈ രണ്ട് കാര്യങ്ങളാണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് എന്ത് കണ്ടുപിടിക്കാം? ഈ ഒരു പ്രോസസ്സ് നടക്കുമ്പോൾ അല്ലെങ്കിൽ ഈ ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാം. ഓക്കെ, ഈ റിയാക്ഷന്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി നമ്മൾ എഴുതേണ്ട എക്സ്പ്രഷൻ എന്താണ്? ഈ റിയാക്ഷന്റെ എൻതാൽപ്പി കണ്ടുപിടിക്കാൻ നോക്കുന്നത് എൻതാൽപ്പി ഓഫ് റിയാക്ഷൻ ഇസ് ഈക്വൽ ടു പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് റിയാക്ടൻസിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അങ്ങനെയാണല്ലോ നമ്മൾ എഴുതുക. അപ്പോൾ കാർബൺ ആണെങ്കിൽ ആറ്റം ആണല്ലോ, അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് കാർബൺ എന്നല്ല, മറിച്ച് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് കാർബൺ എന്ന് എഴുതണം. പ്ലസ് 4 ഇൻറ്റു ക്ലോറിനും ആറ്റമായിട്ടില്ലേ കിടക്കുന്നത്, ക്ലോറിൻ അങ്ങനെ ആറ്റമായിട്ട് കിടക്കുന്നത് കൊണ്ട് തന്നെ അതിൻ്റെയും അറ്റോമൈസേഷൻ ആണ് എഴുതേണ്ടത്. 4 ഇൻറ്റു എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് ക്ലോറിൻ, എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് ക്ലോറിൻ ആറ്റം. റെഡി? ഇത് രണ്ടും കൂടെ ആഡ് ചെയ്ത് ഇനി എന്ത് ചെയ്യേണ്ടതായിട്ടുണ്ട്? നമ്മൾ മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CCl4 ഗ്യാസ്. ഇനി ഇവിടുത്തെ ട്വിസ്റ്റ് എന്താണെന്നറിയാവോ? എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. റെഡി അല്ലേ? ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് കാർബൺ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്. എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ക്ലോറിൻ ക്വസ്റ്റ്യനിൽ Cl2 എന്നാണ് തന്നിരിക്കുന്നത്. നമുക്ക് Cl ആണ് വേണ്ടത്. നോക്കിയേ, Cl2നെ ബ്രേക്ക് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള എനർജിയാണ് 242 എന്ന് പറയുന്നത്. അപ്പോൾ ഒരു Clന്റെ ആവശ്യമേ ഉള്ളൂ അല്ലേ? എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് ഒരു ക്ലോറിൻ. ഈ എനർജി കൊടുത്താൽ 2 ക്ലോറിൻ കിട്ടുമെങ്കിൽ ഒരു ക്ലോറിൻ എത്രയായിരിക്കും? ഇതിന്റെ പകുതി ആയിരിക്കില്ലേ? അതായത് എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് Cl2 എന്ന് പറയുന്നത് 242 ആണെങ്കിൽ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് Cl എത്രയായിരിക്കും? ഇതിന്റെ പകുതി 121 കിലോ ജൂൾ പെർ മോൾ. റെഡി? അത് നമ്മളിവിടെ കണ്ടുപിടിക്കുന്ന ഒന്നാണ്, അതെടുത്ത് എഴുതുന്നു. അപ്പോൾ ഇത് നമുക്കറിയാം. ഇനി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CCl4 അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. അതല്ലേ സാർ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്? അല്ല, എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CCl4 എന്ന് തന്നിട്ടുണ്ടെങ്കിൽ അതിന്റെ സ്റ്റാൻഡേർഡ് സ്റ്റേറ്റ് ആയിട്ടുള്ള ലിക്വിഡ് സ്റ്റേറ്റിലാണ്. ഏതിലാണ്? അതിന്റെ ലിക്വിഡ് സ്റ്റേറ്റിലാണ് തന്നിരിക്കുന്നത്. നമുക്കിവിടെ വേണ്ടത് ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള CCl4ന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ്. അത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. ഇത് നമ്മൾ സെപ്പറേറ്റ് കണ്ടുപിടിക്കണം. അതെങ്ങനെ കണ്ടുപിടിക്കുന്നത് അറിയാവോ? ഈ തന്നിരിക്കുന്ന 2 ഡാറ്റയിൽ നിന്നാണ് കണ്ടുപിടിക്കുന്നത്. CCl4 ലിക്വിഡ് ആയിരിക്കുമ്പോഴുള്ള എൻതാൽപ്പി ചേഞ്ച് നമുക്ക് അറിയാം, എൻതാൽപ്പി ഫോർമേഷൻ അറിയാവുന്നതാണ്. അത് ഗ്യാസ് ആയിട്ട് മാറുമ്പോൾ ഉള്ള ആ പ്രോസസ്സ് നമ്മൾ എഴുതണം. അപ്പോൾ ലിക്വിഡ് ആണ് തന്നിരിക്കുന്നത്, അതിന് ഗ്യാസ് ആക്കി, നമുക്ക് ഗ്യാസ് ആണല്ലോ ആവശ്യം. നോക്കണം, ഇത്രയേ ഉള്ളൂ. CCl4 എന്ന് പറയുന്നത് ലിക്വിഡ് ആണ്, അതെന്തായിട്ട് മാറേണ്ടതുണ്ട്? CCl4 എന്ന് പറയുന്നത് ഗ്യാസ് ആയിട്ട് മാറേണ്ടതായിട്ടുണ്ട്. ഈ പ്രോസസ് എന്ന് പറഞ്ഞാൽ വേപ്പറൈസേഷൻ അല്ലേ? ഈ റിയാക്ഷന്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എന്താണ്? പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ മൈനസ് റിയാക്ടൻസിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. അതെങ്ങനെയാണ് എഴുതുക? പ്രൊഡക്റ്റിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CCl4 ഗ്യാസ് മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CCl4 ലിക്വിഡ് അല്ലേ? റെഡി അല്ലേ? ഈ പ്രോസസ്സിന്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ആക്ച്വലി ഈ പ്രോസസ് എന്താ? വേപ്പറൈസേഷൻ അല്ലേ? എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ അല്ലേ ഇത്? ഈ ഒരു റിയാക്ഷന്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ എന്താ? വേപ്പറൈസേഷൻ അല്ലേ? പറഞ്ഞു വന്നത് റിയാക്ഷന്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ തന്നെയാണ്. അതായത് ΔRHന്റെ വാല്യൂ എന്ന് പറയുന്നത് 30.5 ആണ്. ആ റിയാക്ഷന്റെ എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ ആ റിയാക്ഷൻ എന്താണ്? വേപ്പറൈസേഷൻ ആണ്. അപ്പോൾ എൻതാൽപ്പി ഓഫ് വേപ്പറൈസേഷൻ തന്നെയാണ് 30.5. ഇനി എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ CCl4 അതാണ് ക്വസ്റ്റ്യനിൽ കണ്ടുപിടിക്കുന്നത് അല്ലേ? ഗേഷ്യസ് സ്റ്റേറ്റിലുള്ള CCl4ന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CCl4 ലിക്വിഡ് ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അതിവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാമേ. അപ്പോൾ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CCl4 ഗ്യാസ് മൈനസ് 135.
135.5. അപ്പോൾ ഇത് പ്ലസ് ആണ്, ഇത് പ്ലസ് ആണ്. ഈ പ്ലസ് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്തായിട്ട് മാറും? മൈനസ് ആയിട്ട് മാറും. അതായത് 30.5 മൈനസ് 135.5 ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ ഓഫ് CCl4 ഗ്യാസ്. റെഡി? ഗ്യാസ്. അത് എത്രയാണ് കിട്ടിയത്? വലുതെന്ന് ചെറുത് കുറച്ചിട്ട് വലുതിന് സൈൻ ഇട്ടാൽ 105 എന്ന് കിട്ടും. മൈനസ് 105 കിലോ ജൂൾ പെർ മോൾ. ഇപ്പം എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? CCl4 ഗ്യാസിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ. നമുക്ക് ആരെയൊക്കെയാണ് വേണ്ടത്? എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് കാർബൺ വേണം. ഈ കാർബണിന്റെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ വേണം, അത് ഞാൻ ഹൈലൈറ്റ് ചെയ്യുന്നു. Clന്റെ എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ വേണം, അത് ഞാൻ എഴുതി. CCl4 ഗ്യാസിന്റെ എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ വേണം, അതും എഴുതി. അപ്പോൾ ഈ യെല്ലോ കളറിൽ മാർക്ക് ചെയ്തിരിക്കുന്ന ഈ 3 ആളുകൾ ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഈ കാര്യമൊക്കെ നമ്മൾ എക്സ്ട്രാ കണ്ടുപിടിക്കേണ്ടതാണ്, അല്ലാതെ വേറെ ഏതെങ്കിലുമൊക്കെ വാല്യൂസ് ഒക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ നമുക്കൊന്നും ആൻസർ കിട്ടത്തില്ല. അപ്പോൾ ഈക്വൽ ടു എൻതാൽപ്പി ഓഫ് അറ്റോമൈസേഷൻ ഓഫ് കാർബൺ എത്രയാണ്? 715. റെഡ് കളറിൽ എഴുതാമേ. ഈക്വൽ ടു 715 പ്ലസ് 4 ഇൻറ്റു 121 അല്ലേ? 121 അല്ലേ? 121 മൈനസ് എൻതാൽപ്പി ഓഫ് ഫോർമേഷൻ CCl4 ഗ്യാസ് എത്രയാണ്? മൈനസ് 105 അല്ലേ? മൈനസ് 105 ഈക്വൽ ടു 715 പ്ലസ് 484. മൈനസും അടുത്തടുത്ത് പ്ലസ് അല്ലേ? മൈനസിൻ്റെ മൈനസ് പ്ലസ് 105 ഈക്വൽ ടു 1304. അത്രയും കിലോ ജൂൾ പെർ മോൾ. റെഡി? 1304 കിട്ടി. അതായത് ഈ ഒരു പ്രോസസ് CCl4 എന്ന് പറയുന്നത് കാർബൺ ആറ്റം ആയിട്ടും പിന്നെ 4 ക്ലോറിൻ ആറ്റവും ആയിട്ടും മാറുന്ന ഈ പ്രോസസ്സിന്റെ ടോട്ടൽ എൻതാൽപ്പി ചേഞ്ച് ആണ് 1304 എന്ന് പറയുന്നത്. അപ്പോൾ അത് നമ്മൾ കണ്ടുപിടിച്ച് വെച്ചു. ഫസ്റ്റത്തെ കാര്യം കണ്ടുപിടിച്ച് വെച്ചു, 1304 കിലോ ജൂൾ പെർ മോൾ എന്ന് കിട്ടി. ഇനി അവരുടെ അടുത്ത ചോദ്യം CClന്റെ ബോണ്ട് എൻതാൽപ്പി എത്രയെന്നാണ്? കാർബൺ ക്ലോറിൻ ബോണ്ട് എൻതാൽപ്പി എത്രയെന്നാണ് ചോദ്യം എന്ന് പറയുന്നത്. അപ്പോൾ ഈ CClന്റെ ബോണ്ട് എൻതാൽപ്പി കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്കൊരു ഐഡിയ അറിഞ്ഞിരിക്കണം. അതായത് ഈ ഒരു പ്രോസസ്സ് നിങ്ങൾ നോക്കിക്കേ. ഈ ഒരു പ്രോസസ്സ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ എന്തുണ്ട്? കാർബൺ ഉണ്ട്, അതിന് ചുറ്റും 3 ക്ലോറിനുകളുണ്ട്. Cl എന്ന് പറഞ്ഞ 4 ക്ലോറിനുകളുണ്ട്. അപ്പോൾ ഈ CCl4 എന്ന് പറയുന്നതിന്റെ 4 ബോണ്ടും ബ്രേക്ക് ആയാലല്ലേ ഒരു കാർബണും 4 ക്ലോറിനും കിട്ടുക. അതല്ലേ ഈ പ്രോസസ് എന്ന് പറയുന്നത്? ഒരു കാർബണും 4 ക്ലോറിനും കിട്ടുന്ന ഈ ഒരു പ്രോസസ് ആണ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഇതിലെ ഓരോ ബോണ്ടും കട്ടായാലല്ലേ ഇങ്ങനെ 4 5 ആറ്റങ്ങളായിട്ട് സെപ്പറേറ്റ് ആവുള്ളൂ. അപ്പോൾ ഇതിൽ ഓരോ ബോണ്ടും ബ്രേക്ക് ചെയ്യാൻ വേണ്ടി എത്ര എനർജി വേണ്ടി വന്നു? 1304 കിലോ ജൂൾ പെർ മോൾ വേണ്ടി വന്നു അല്ലേ? 4 ബോണ്ട് ബ്രേക്ക് ചെയ്യാൻ ഇത്ര എനർജി വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ ഒരു CCl ബോണ്ടിനെ ബ്രേക്ക് ചെയ്യാൻ എത്ര വേണ്ടി വരും? ഇതിന്റെ 4 പോരെ, അതായത് 1304 ഡിവൈഡഡ് ബൈ 4. അതാണ് മനസ്സിലാക്കി ചെയ്യേണ്ട കാര്യമെന്ന് പറയുന്നത്. CCl ബോണ്ട് എൻതാൽപ്പി ഇസ് ഈക്വൽ ടു 1304 ഡിവൈഡഡ് ബൈ 4. കാരണം 4 CCl ബോണ്ടാണ് അവിടെ. 4 CCl ബോണ്ടിനെ ബ്രേക്ക് ചെയ്താലാണ് ആ പ്രോസസ് അവിടെ നടക്കുക. അപ്പോൾ എല്ലാവരും ഡിവൈഡ് എന്ന് പറഞ്ഞാൽ 326 കിലോ ജൂൾ പെർ മോൾ എന്ന്. അപ്പോൾ CClന്റെ ബോണ്ട് എൻതാൽപ്പി എന്ന് പറഞ്ഞാൽ 326 കിലോ ജൂൾ പെർ മോള്. അപ്പം 4 ബോണ്ടിനെയും ബ്രേക്ക് എന്ന് പറഞ്ഞാൽ ഇത് ടോട്ടലായിട്ട് കിട്ടും. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു, ഏകദേശം കംപ്ലീറ്റ് ആയിട്ട് റെഡിയായെന്ന് വിചാരിക്കുന്നു. റെഡിയല്ലേ? താഴത്തെ ഭാഗം കാണാത്തൊരവസ്ഥയുണ്ടോ? നോക്കണേ, നിങ്ങൾക്ക് എല്ലാം സെറ്റാണെന്ന് വിചാരിക്കുന്നു. റെഡിയല്ലേ? ക്ലിയർ അല്ലേ? ഇതുപോലെയുള്ള കിടിനായിട്ടുള്ള ചോദ്യങ്ങൾ ഇനിയും അറ്റൻഡ് ചെയ്യാറുണ്ട്. അപ്പോൾ ചാപ്റ്റർ മുഴുവൻ പഠിച്ചു കഴിഞ്ഞാലും ഇങ്ങനെയുള്ള ചോദ്യങ്ങൾ ചിലത് അറ്റൻഡ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുക. അപ്പോൾ പഠിച്ചതൊന്നും പോരാ എന്നുള്ളത് ക്ലിയർ ആയിട്ട് മനസ്സിലാക്കുക. ഒരുപാട് ചോദ്യങ്ങളിലൂടെ കടന്നുപോയാൽ മാത്രമേ നമുക്ക് മുഴുവൻ മാർക്ക് എന്നതിലോട്ട് എത്താൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഈ ക്ലാസ്സിൽ പറഞ്ഞ മുഴുവൻ കാര്യങ്ങൾ അധികംഭീരമായി നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. അപ്പോൾ പതുക്കെ നിർത്തുകയാണ്. വീണ്ടും അടുത്ത ക്ലാസ്സിൽ അത് കിടിലൻ ടോപ്പിക്ക് പറ്റി കാണാം. താങ്ക് യു സോ മച്ച്.